കഴിഞ്ഞ 10 വർഷമായി അൽ നസ്ര തീവ്രവാദ സംഘത്തിൻ്റെ തടവിലായിരുന്ന സിറിയയിലെ ഹോംസ് അതിരൂപതയിൽ നിന്നുള്ള കത്തോലിക്ക ഡീക്കൻ മോചിതനായി. ഡീക്കൻ ജോണി ഫൗദ് ദാവൂദാണ് 10 വർഷത്തിന് ശേഷം അൽ നസ്ര തീവ്രവാദികളുടെ തടവിൽ നിന്ന് അപ്രതീക്ഷിതമായി മോചിതനായത്. സിറിയൻ കത്തോലിക്ക സഭയിലെ പെർമനന്റ് ഡീക്കനായ ദാവൂദ് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. ആഭ്യന്തര യുദ്ധകാലത്ത് ഹോംസിലെ ഭവനം നഷ്ടമായ ജോണി ഫൗദ് ദാവൂദ് ഏറെക്കാലം ഭക്ഷണമൊന്നുമില്ലാതെ ഇലകളും പുല്ലും മാത്രം കഴിച്ചാണ് ജീവിച്ചതെന്ന് മോചിതനായ ശേഷം ഒരു കത്തോലിക്ക വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തടവിലായിരുന്ന സമയത്ത് കോവിഡിൻ്റെ ഭീഷണി ഉൾപ്പെടെ നിരവധി ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. രാത്രിയും പകലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച അദ്ദേഹത്തെ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെ മാർച്ച് മാസത്തിൽ അവർ വിട്ടയക്കുകയായിരുന്നു. 10 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയ തന്നെ സ്വീകരിച്ച ബിഷപ്പ് ജേക്കബ് മുറാദിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഇതുവരെ അനുഭവിച്ച ക്ലേശങ്ങളെല്ലാം താൻ മറന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി.